യൂറോപ്യൻ ഗോൾഡൻ ബൂട്ടിൻ്റെ തിളക്കമുള്ള കിലിയൻ എംബാപ്പെ, ചാമ്പ്യൻസ് ലീഗ് നേട്ടത്തിൻ്റെ പകിട്ടുമായി വരുന്ന ഉസ്മാൻ ഡെമ്പലെയും ഡിസീറെ ഡുവയും. കണക്കിലും കളിയിലും ഫ്രാൻസിനെ മലർത്തിയടിക്കാൻ ഒരു 17-കാരനെയായിരുന്നു സ്പെയിൻ കരുതിവെച്ചത്. ലമീൻ യമാൽ. കളിച്ചും കളിപ്പിച്ചും കളം പിടിച്ച യമാലിനു മുമ്പിൽ എംബാപ്പെ പടപൊരുതി വീണപ്പോൾ യുവേഫ നേഷൻസ് ലീഗ് സെമി ഫൈനലിൽ ഫ്രാൻസിനെതിരെ സ്പെയിനിന് 5-4 ആവേശജയം. സ്പാനിഷ് ആക്രമണങ്ങളുടെ മുമ്പിൽ മറുപടിയില്ലാതെ നിൽക്കുന്ന ഫ്രഞ്ച് പടയാണ് സെമി ഫൈനലിൽ ആദ്യ പകുതിയിൽ കണ്ടത്. 22-ാം മിനിറ്റിൽ തന്നെ നിക്കോ വില്യംസിലൂടെ സ്പെയിൻ മുന്നിലെത്തി. വലത് വിങ്ങിലൂടെ യമാൽ നടത്തിയ കുതിപ്പായിരുന്നു ഗോളിൽ കലാശിച്ചത്. ആദ്യ ഗോളിൻ്റെ ഷോക്കിൽ നിന്ന് ഫ്രാൻസ് മുക്തരാവും മുമ്പ് 3 മിനിറ്റിനുള്ളിൽ മൊറീനയിലൂടെ സ്പെയിനിൻ്റെ 2ാം ഗോൾ. ഇതോടെ ആദ്യ പകുതിയിൽ 2-0 സ്പാനിഷ് ടീം അവസാനിപ്പിച്ചു. 2ാം പകുതിയിൽ തുടക്കത്തിൽ തന്നെ വീണ് കിട്ടിയ പെനൽറ്റി കിക്ക് ലക്ഷ്യത്തിലെത്തിച്ച് യമാൽ 3-0 മുന്നിലെത്തിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ പെദ്രിയുടെ സർജിക്കൽ സ്ട്രൈക്കിലൂടെ സ്പെയിനിന് 4ാം ഗോൾ. ഇതോടെ ഫ്രാൻസിൻ്റെ കഥ കഴിഞ്ഞെന്ന് മനസ്സിലായി. 59-ാം മിനിറ്റിൽ ലഭിച്ച പെനൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച് എംബാപ്പെ ഫ്രഞ്ച് ആരാധകർക്ക് പ്രതീക്ഷ നൽകി. ഫ്രാൻസ് പതിയെ മത്സരത്തിലേക്ക് തിരിച്ചു വരികയാണെന്ന് തോന്നുന്ന ഘട്ടത്തിലെത്തി. അപ്പോഴാണ് യമാലിൻ്റെ 2ാം ഗോൾ വരുന്നത്. ദയനീയ തോൽവിയുമായി മടങ്ങേണ്ടി വരുമെന്ന് കരുതിയ ഫ്രാൻസിന് ഊർജ്ജം പകർന്നുകൊണ്ട് ഷാക്കയുടെ സൂപ്പർ ഗോൾ. 5-2. വൈകിയെങ്കിലും തിരിച്ചെടുത്തുറപ്പിച്ച ഫ്രാൻസിന് കാൽ സഹായമായി സ്പാനിഷ് ഡിഫൻഡർ വിവിയാൻ്റെ സെൽഫ് ഗോൾ. മത്സരം ഇഞ്ചുറി ടൈമിലേക്ക് കടന്നതോടെ മുവാനിയുടെ വക ഫ്രാൻസിൻ്റെ 4ാം ഗോൾ. ഇതോടെ അവസാന നിമിഷത്തെ അത്ഭുതത്തിലൂടെ സമനില നേടാമെന്ന് ഫ്രഞ്ച് ആരാധകർ പ്രതീക്ഷിച്ചെങ്കിലും സ്പെയിനിൻ്റെ ഉറച്ച പ്രതിരോധം മറികടക്കാൻ ഫ്രാൻസിന് സാധിച്ചില്ല. 1969-ന് ശേഷം ആദ്യമായാണ് ഫ്രാൻസ് ഒരു മത്സരത്തിൽ 5 ഗോളുകൾ വഴങ്ങുന്നത്.